അയ്യോ വണക്കം. അടി അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. നമ്മളിതിലില്ല, നമ്മൾ കണ്ടാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഗാലറിയിൽ നിന്ന് ഒരു പോപ്കോണും കുറിച്ചുകൊണ്ട് യവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതും തമ്മി തല്ലിച്ചാവുന്നതും നമ്മൾ കണ്ട് രസിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. പിന്നെ വല്ല അജ്ഞാതനെയൊക്കെ ഇറക്കണമെങ്കിൽ കുറച്ച് തവിടും പിണ്ണാക്കുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അജ്ഞാതന്മാർ ഇഷ്ടം പോലെ വെട്ടിക്കൊല്ലാനും ചാവാനുമായിട്ട് ഇറങ്ങിക്കോളും എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് തന്നെയായിരുന്നാലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വലിയ രീതിയിൽ സംഘട്ടനം നിലനിൽക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കാര്യമില്ല, അതായത് പാകിസ്ഥാൻ രാവിലെ എണീക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കുറേ ബോംബ് അവിടെ ചറപറ കൊണ്ടിടും. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ ബോംബ് കൊണ്ടിടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അഫ്ഗാനിസ്ഥാനിലുള്ള ഒരുപാട് സിവിലിയൻസ് മരിച്ചു എന്ന് പറഞ്ഞ് താലിബാൻകാരന്മാരെല്ലാം കൂടെ ഹ ഹു ഹ ഹ ഹു ഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങും. അല്ലാതെ യവന്മാർക്ക് വേറൊരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാ. എലി ഏതാണ് മല ഏതാണെന്ന് അറിഞ്ഞുകൂടാത്തവന്മാരാണ് സത്യം പറഞ്ഞാൽ താലിബാൻകാരന്മാരെന്ന് പറയുന്നത്. ബാർബേറിയൻസ് ആണ്, അഥവാ അപരിഷ്കൃതരാണ്. യവന്മാരുടെ അടുത്ത് വലിയ മറ്റേ അമ്മ്യൂണിഷനൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ യവന്മാർ തോക്കുകൊണ്ട് ഇങ്ങനെ ഓടക്കുഴൽ വായിക്കും എന്നുള്ളതല്ലാതെ അതെങ്ങനെ ഉപയോഗിക്കണമെന്നോ ഒരു വിമാനം എങ്ങനെ പറത്തണമെന്നോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയും യവന്മാർക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ട് പോയല്ലോ. ട്രംപ് പറഞ്ഞു ഇനി അഫ്ഗാനിസ്ഥാന് വേണ്ടി പൈസയൊന്നും നമുക്ക് ചിലവാക്കില്ല, എല്ലാം കെട്ടിപ്പറക്കി തിരിച്ചു വന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ താലിബാൻ അവിടെ അധികാരത്തിലേറി. ആ സമയത്ത് അമേരിക്കയുടെ ദ മോസ്റ്റ് മോഡേൺ ചോപ്പറുകൾ, അമേരിക്കയുടെ വെടിയുണ്ടകൾ, അമേരിക്കയുടെ വെടിക്കോപ്പുകൾ എല്ലാം അവിടെ അമേരിക്ക നിരത്തിയിട്ടിട്ടാണ് പോയത്. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞത് ഇതൊക്കെ ഇപ്പോൾ താലിബാൻ എടുത്തങ്ങ് സ്വനത്തി കളയുമെന്നാണ് പല ആൾക്കാരും പറഞ്ഞത്. പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യമുണ്ടല്ലോ അത് വേറെയായിരുന്നു. താലിബാൻകാർക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം. പക്ഷേ ഈ സ്റ്റീൽ ബുള്ളറ്റുകൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരെയാണ് വന്നത്. അതായത് പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ കയ്യിൽ ഈ സ്റ്റീൽ ബുള്ളറ്റുകൾ എങ്ങനെ എത്തി? ഈ സ്റ്റീൽ ബുള്ളറ്റുകൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന് നേരെ പാകിസ്ഥാൻ ഭീകരവാദികൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതും അമേരിക്കയുടെ സ്റ്റീൽ ബുള്ളറ്റുകൾ. അത് അഫ്ഗാനിസ്ഥാനിലാണ് അമേരിക്ക ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് അത് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതാണ് അമേരിക്കയുടെ ലക്ഷ്യവും, ഭീകരവാദികളുടെ കയ്യിൽ എന്തെത്തിക്കുക, ആയുധം എത്തിക്കുക എന്നുള്ളത്. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഇപ്പം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വളരെ വലിയ രീതിയിൽ ഒരു സമാധാന കരാർ ഒപ്പിട്ട് നിന്ന് കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ ശക്തിപ്പെടാതിരിക്കാനും റഷ്യ ചൈന ഇന്ത്യ എന്ന് പറയുന്ന RIC ട്രോയ്ക്കയെ തളർത്താനും അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിരന്തരം ആക്രമിക്കുക എന്നുള്ളതാണ്, അതും പാകിസ്ഥാൻ വഴി ആക്രമിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഈ അമേരിക്ക എന്ന് പറയുന്ന കണ്ടാന്തരം പിടിച്ച രാജ്യം കരയുദ്ധം നടത്തിയ അല്ലെങ്കിൽ നേർക്കുനേർ യുദ്ധത്തിന് പോയിട്ടുള്ള ഒരു രാജ്യവുമായിട്ട് ഇവന്മാർ ജയിച്ചിട്ടില്ല. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള അടി നമ്മൾ കണ്ടതാണല്ലോ. ഈ ഇസ്രായേലുമായിട്ടുള്ള അടിയിൽ അമേരിക്ക യഥാർത്ഥത്തിൽ ഒരടി മതി, അതായത് ഒരു അനുഭവം വിട്ടാൽ മതി ഇസ്രായേലിന് അങ്ങ് അമേരിക്ക സ്വനത്തികളെ എന്നാണ് ഇവന്മാർ പറഞ്ഞത്. അവസാനം ട്രംപ് കരടിക്കുട്ടിയെ പിടിക്കുന്നത് പോലെ ആയിപ്പോയി. വിട്ടു കഴിഞ്ഞാൽ ഇവന്മാർ കടിച്ച് കീറുകളയും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ട്രംപ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ഇത് നിർത്തിയാൽ മതി എന്നുള്ള സെറ്റപ്പായി. മറ്റേ അവന്മാരാണെങ്കിൽ യുദ്ധം നിർത്താൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ യുദ്ധത്തിലൂടെ ജീവിച്ച് വന്നൊരു ടീമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അവർ നിർത്താനും തയ്യാറായില്ല. അവസാനം ഈ പാകിസ്ഥാൻ വന്ന് കണ്ടടവും കടജാണിയൊക്കെ കണ്ട് കൈയും കാലുമൊക്കെ പിടിച്ച് യുദ്ധം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിർത്തി ഇപ്പോൾ സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം അമേരിക്ക ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ വഴിയാണ് റഷ്യയുടെ ഇന്ത്യൻ ഓഷനിലേക്കുള്ള അല്ലെങ്കിൽ അറബിക് സീയിലേക്കുള്ള കോറിഡോർ എന്ന് പറയുന്നത്. റഷ്യയ്ക്ക് അവിടെ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വഴി മിഡിൽ ഈസ്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ചൈനയുടെ ബെൽറ്റ് ഓഫ് റോഡും ചൈനയുടെ ഗോഡ്വാർ തുറമുഖത്തിലോട്ടുള്ള കണക്ഷനും അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. പോരാത്തതിന് ഇന്ത്യയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പൈപ്പ് ലൈൻ അതിനകത്തൂടെ വരുന്നുണ്ട്. ഈ തുർക്ക്മെനിസ്ഥാനിൽ തുടങ്ങി അഫ്ഗാനിസ്ഥാൻ വഴി അവിടെ നിന്ന് പാകിസ്ഥാനിലോട്ട് കയറാം. പാകിസ്ഥാനിലോട്ട് കയറുന്നത് വഴി അവിടെ വെച്ചാണ് നമ്മളൊന്ന് പതറി നിൽക്കുന്നത്. കാരണം പാകിസ്ഥാനിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവന്മാർ ഈ പൈപ്പ് എപ്പം മുറിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അത് വേറൊരു കാര്യം. ഈ താലിബാൻ എന്ന് പറയുന്ന ടീം മോസ്കോയിലൊരു ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. രഹസ്യ ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്ക് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള നിരീക്ഷകന്മാർ പറയുന്നത്, അവരുടെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും താലിബാനും കൂടെ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് അവിടെ പോയത്. ഈ പാകിസ്ഥാനകത്തുകൂടെ പോകുന്ന പൈപ്പിന് തെഹ്രീക്കെ താലിബാൻ അവർ സംരക്ഷണം കൊടുത്താൽ പൊളിക്കൂ എന്നുള്ളൊരു ലൈനും കൂടെ നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഈ അഫ്ഗാനിസ്ഥാനെ തകർത്തിടണം.
ഈ അഫ്ഗാനിസ്ഥാനെ അമേരിക്കയ്ക്ക് തകർത്തിട്ടാൽ അല്ലെങ്കിൽ തളർത്തിയിട്ടാൽ ഇവിടെ സ്റ്റേബിളായിട്ടുള്ളൊരു ഭരണമില്ലെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് റഷ്യ, ചൈന, ഇന്ത്യ എന്ന് പറയുന്ന 3 രാജ്യങ്ങളെ വലിയ രീതിയിൽ പ്രതിരോധിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് മിഡിൽ ഈസ്റ്റിലോട്ട് അങ്ങോട്ടേക്ക് കടന്നു പോകണമെങ്കിൽ ഇന്ത്യക്ക് എന്തായിരുന്നാലും പാകിസ്ഥാൻ കടന്നു പോകണം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ കടന്നു പോകണം. ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. റഷ്യയ്ക്ക് മുകളിൽ നിന്ന് താഴോട്ട് വന്ന് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനിലോട്ടോ അറബി കടലിലോട്ടോ ഒക്കെ വരണമെങ്കിലും ഈ അഫ്ഗാനിസ്ഥാൻ കടന്നു വരണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ അഫ്ഗാനിസ്ഥാൻ അസ്ഥിരപ്പെടുത്തിയിടുക. പക്ഷേ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റ് സംഭവിച്ചു. നമ്മുടെ മനോഹരം മംഗളോദയം പറയുന്നത് പോലെ മസിൽമാൻ തകർത്ത ദാമ്പത്യം, ട്വിസ്റ്റ് 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 എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. അങ്ങനെ താലിബാനെ സഹായിക്കാൻ ഒരു മസിൽമാൻ അവിടെ കടന്നു വരികയാണ്. ആ മസിൽമാൻ്റെ പേരാണ് റഷ്യ. റഷ്യയും താലിബാനും തമ്മിൽ മുടിഞ്ഞ അടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ശത്രുവിൻ്റെ ശത്രു മിത്രം, അതാണ് നമ്മുടെ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ റഷ്യ അവിടെ കടന്നു വന്ന് താലിബാന് കൈ കൊടുത്തിട്ട് സംയുക്തമായിട്ടുള്ള ഒരു സൈനിക കരാർ അങ്ങോട്ട് ഒപ്പിടുന്നു. എന്നാ എടുത്തോ എന്ന് പറഞ്ഞ് സംയുക്ത സൈനിക കരാർ ഇവർ ഒപ്പിടുന്നു. ഇവർ ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ ഐസിസ് കേന്ദ്രങ്ങൾ മുഴുവനും ഈ അഫ്ഗാനിസ്ഥാൻ അടിച്ചു തൊലച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വമ്പൻ ആക്രമണമാണ് അവിടെ നടത്തിയെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ വിമാനം പറത്തിയാണ് ഈ പാകിസ്ഥാൻ ആരെ അടിക്കുന്നത്? അഫ്ഗാനിസ്ഥാനെ അടിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ ഈ പാകിസ്ഥാൻ വ്യോമസേന ഉണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനിലെ ആ വേട്ടാവളിയന്മാർക്ക് വിമാനം ഒന്നും പറത്താൻ അറിഞ്ഞൂടാ. അവർക്ക് നേരെ ചൊവ്വയെ ടയർ ഒരു കമ്പെടുത്ത് അടിച്ചു വിട്ടാൻ പോലും അറിഞ്ഞൂടാ. അപ്പോഴാണ് പിന്നെ വിമാനം പറത്തുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വിമാനം പറത്താൻ അറിഞ്ഞുകൂടാത്ത ഈ അഫ്ഗാനിസ്ഥാനികളെ എപ്പോഴും പാകിസ്ഥാൻ ആക്രമിക്കുന്നത് വ്യോമസേന വഴിയാണ്. അവിടെ പോവും, 10 ബോംബിടും, തിരിച്ചു വരും. ഇങ്ങനെയാണ് ഇവന്മാരുടെ ആക്രമണ രീതി. എങ്ങനെയാണ്? ഇവന്മാർ ഇപ്പോഴും നവീന ശിലായുഗത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. 6-ാം നൂറ്റാണ്ട് ടീംസാണ് ഇവന്മാർ. നുഴഞ്ഞുകയറ്റം, ഗറില്ല യുദ്ധം, പിന്നെ ഈ ബോംബ് കെട്ടിവെച്ച് ഓടിച്ചെന്ന് പാകിസ്ഥാൻ ക്യാമ്പിലോട്ട് ഓടിക്കയറും, അതായത് സൈനിക ക്യാമ്പിലോട്ട് ഓടിക്കയറും, തുറക്കും, പൊട്ടിത്തെറിക്കും. ഇതാണ് ഇവന്മാരുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ഡ്രോൺ ആക്രമണമായിരുന്നു. അല്ലെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എപ്പോഴാണ് ഡ്രോൺ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഡ്രോൺ പറത്താനുള്ളൊരു പരിശീലനം ലഭിച്ചത്? അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അല്ല, ഇവർക്ക് എവിടെ നിന്നാണ് ഡ്രോണ് കിട്ടിയത്? ഇനി ഇതുവരെ കാണാത്തൊരു ആക്രമണം ഇവർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് വന്നത്? അവിടെയാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇവരുമായിട്ട് സംയുക്ത സൈനിക കരാർ ഒപ്പിട്ടത് വലിയ ചർച്ചയായി മാറുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. ഇന്ത്യയുടെ കൈ ഇതിനകത്തുണ്ടോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. ചിലപ്പോൾ കാണാം, കാണാതിരിക്കാം. നമ്മുടെ സൈനികർ ഇവർക്ക് പരിശീലനം കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു കിംവദന്തിയൊക്കെ അവിടെ എവിടെയൊക്കെ വന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വാർത്തയൊക്കെ നമ്മൾ തള്ളിക്കളയുന്നു. നമ്മുടെ രാജ്യം അങ്ങനെ, നമ്മുടെ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്, നമ്മളങ്ങനെ ചെയ്യില്ല. പക്ഷേ റഷ്യ എന്ന് പറയുന്ന രാജ്യം അവിടെ സംയുക്ത സൈനിക കരാർ ഒപ്പിട്ട് കഴിഞ്ഞ ശേഷമാണ്, ആ ഒരു സെറ്റപ്പ് ഒപ്പിട്ട് കഴിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ ദിവസം ഐസിസ് താവളങ്ങളിലേക്ക് അഫ്ഗാനിസ്ഥാൻ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം നടത്തിയത്. സംഭവം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഗസാദ് ലിൽ ഹക്ക്, ഇങ്ങനത്തെ ഓപ്പറേഷനാണ് പാകിസ്ഥാൻ തുടങ്ങി വെച്ചത്. ഇവർക്ക് ഒരു കാര്യമില്ല, അമേരിക്ക പറഞ്ഞതുകൊണ്ട് മാത്രം തുടങ്ങി വെച്ചതാണ്. അങ്ങനെ ഈ സാധനം തുടങ്ങി വെച്ചതിന് ശേഷം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു കാര്യമില്ല, ചുമ്മാ അങ്ങോട്ട് പോകും, ബോംബിടും, ചുമ്മാ അങ്ങോട്ട് പോകും, ബോംബിടും. ഇതാണ് നടന്നത്. ഈ പാകിസ്ഥാൻ വ്യോമസേന അഫ്ഗാനിസ്ഥാനിലെ നഗർഹാർ, പക്തിയ, കാബൂൾ, കാണ്ഡഹാർ പ്രവിശ്യകളിലെ അവിടെ ഈ TTP, അതായത് തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഈ തെഹ്രീക്കെ താലിബാനാണ് ഇവിടെ പാകിസ്ഥാനകത്ത് പാകിസ്ഥാനിൽ നിരന്തരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യുവന്മാരെ പിടിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ പോയി ബോംബിട്ടിട്ട് തിരിച്ചു വരും. പക്ഷേ മരിക്കുന്ന മൊത്തം സിവിലിയൻസാണ്. ഇപ്പോൾ അതേ കാർഡ് തിരിച്ചെടുത്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. നിങ്ങളുടെ മേഖലകളിൽ ഞങ്ങൾ ബോംബിടുന്നുണ്ട്, അവിടെ ഐസിസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവന്മാർ ഇങ്ങോട്ട് തിരിച്ച് ബോംബിടുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറി അഫ്ഗാനിസ്ഥാൻ ഒരു വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ഈ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രവിശ്യയിലെ ഭീകര ക്യാമ്പുകളും ഒളിത്താവളങ്ങളും അഫ്ഗാൻ സൈന്യം വിജയകരമായി ആക്രമിച്ച് പൂർണ്ണമായും നശിപ്പിച്ചതായി അവകാശപ്പെട്ട് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം വെള്ളിയാഴ്ച രാവിലെ ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. ഈ ഔദ്യോഗിക പ്രസ്താവന കണ്ട് പാകിസ്ഥാനോട് ചോദിച്ചു, അങ്ങനെ ഒരു ആക്രമണം നടന്നോ? പഴം വിഴുങ്ങിയതുപോലെ അവന്മാരിയ്ക്കുകയാണ്. അവന്മാർക്കൊന്നും സംസാരിക്കാനില്ല, പ്രതികരിച്ചിട്ടില്ല പാകിസ്ഥാൻ ഇതുവരെ. എന്തായാലും പാകിസ്ഥാൻ ആക്രമണത്തിന് അഫ്ഗാനിസ്ഥാൻ ഉചിതമായിട്ടുള്ളൊരു മറുപടി നൽകി എന്നാണ് പറയുന്നത്. എത്ര എണ്ണം ചത്ത് മലച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇപ്പം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ട്വീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ട്വീറ്റൊക്കെ ചെയ്യാൻ പഠിച്ച് നല്ല വരെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നവരാണ്. എന്തായാലും പാകിസ്ഥാനിലെ ഭീകരരുടെ ഒളിത്താവളങ്ങളെല്ലാം തന്നെ ആക്രമണത്തിൽ തകർത്തു എന്നാണ് ഇവർ പറയുന്നത്. ഖൈബർ പഖ്തൂൺഖ്വയിലെ ഒറാക്സായി ഏജൻസിയിലെ ഖംബർഖേൽ പ്രദേശം എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉന്നത നേതാക്കളുടെ റിക്രൂട്ട്മെൻറ്റ് പരിശീലനം നീക്കം എന്നിവയ്ക്കായി ISIS-K ഈ സ്ഥലങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, അവർ പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി സംഘർഷം അങ്ങനെ കൂടി വരികയാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കണം. ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള അവൻ്റെ അലവലാതി ഉണ്ടല്ലോ ഷഹബാസ് ഷെരീഫ്. ഈ ഷഹബാസ് ഷെരീഫ്
പുടിനെ കാണാനായിട്ട് പോയി. പുടിനെ കാണാനായിട്ട് പോയത് വേറൊന്നിനുമല്ല, പിച്ച ചട്ടിയായിട്ട് പോയതാണ്, തെണ്ടാനായിട്ട്, വല്ലതും തരണേന്ന് ചോദിക്കാനായിട്ട് പോയതാണ്. അവിടെ ചെന്നിരുന്ന തന്നെ എടുത്ത വായിൽ പുടിൻ ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യുക്രൈന് നിങ്ങൾ അമ്യൂണിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ എന്ന്. പെട്ടെന്ന് എവൻ്റെ കാതിലിരുന്ന ആ ഒരു മൈക്കുണ്ടല്ലോ, അതായത് ഈ റഷ്യൻ പ്രസിഡന്റ് റഷ്യയിൽ പറയുന്നത് എവൻ്റെ ഭാഷയെ കേൾക്കാൻ വെച്ചിരിക്കുന്ന ആ ട്രാൻസ്ലേറ്റർ ചാടി താഴെ വീണൊന്നുമല്ല, ഇവൻ തട്ടി താഴെ ഇട്ടതാണ്. അങ്ങനെ ഇത് കേട്ടൊന്ന് ബുമ്മെന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴെ പോയിട്ട് അവ ഇങ്ങനെ എടുത്തിങ്ങനെ അപ്പോഴും പുടിൻ അയാളിങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മറുപടി പ്രതീക്ഷിച്ച്. അവൻ ഇങ്ങനെ വച്ചുകൊണ്ടേ ഇരിക്കുക, കയറുന്നില്ല, നല്ല ചൂട് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് അവസാനം ഐ നീഡ് സം ഹെൽപ്പ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി കളഞ്ഞു. ഇങ്ങനെയാണ് അവൻ ചെയ്തത്. അപ്പോൾ ഈ യുക്രൈനിയന്മാർ ഈ ആർട്ടറി ഷെല്ലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പുടിനെ അറിയാമല്ലോ, പുടിന് ഒരു മയവുമില്ല. അതുകൊണ്ട് തന്നെ യവന്മാരൊരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് ഇവർക്ക് വന്ന് കൈ കൊടുത്തതാകാനുള്ള സാധ്യത, അതായത് താലിബാന് വന്ന് കൈ കൊടുത്തതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലുപരി ഈ അഫ്ഗാനിസ്ഥാനെ അവർക്ക് സ്റ്റേബിളായി നിലനിർത്തണമെങ്കിൽ മാത്രമേ നമുക്ക് അമേരിക്കയെ പ്രതിരോധിക്കാനുള്ളൊരു ഗ്രൗണ്ട് ഇവിടെ കിട്ടുകയുള്ളൂ. എന്തായാലും ISIS-K താവളങ്ങളെല്ലാം തന്നെ അവിടെ തവിട് പൊടിയായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അത്യധികം കർണപുടങ്ങൾക്ക് ആനന്ദമേകുന്ന ഒരു വാർത്തയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇങ്ങനെ കരയാതട സുഡു. അപ്പോൾ ശരി.